ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഒക്ടോബർ 26 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. 5 ഭാഷകൾക്കു കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മറാത്തി, ബംഗാളി, അസമീസ്, പാലി, പ്രാകൃത് ഭാഷകൾക്കാണ് അംഗീകാരം ലഭിക്കുക. ഇതിനായി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നതിലെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി. ഭാഷകളുടെ രേഖപ്പെടുത്തിയ ചരിത്രത്തിന് 1500-2000 വർഷത്തെങ്കിലും പഴക്കമുണ്ടാകണം, ഭാഷകൾക്ക് പ്രാചീന രചനാരീതി ഉണ്ടാവണം തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് ഒഴിവാക്കിയത്. ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 6 നിന്ന് 11 ഉയർന്നു. 2004 തമിഴിനാണ് ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ഇതിനുശേഷം സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നീ ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. 2013 മെയ് 23 മലയാളത്തിന് പദവി ലഭിച്ചത്. ഇതിനു മുൻപ് സാഹിത്യ അക്കാദമിയുടെ ഉപസമിതി 2000 വർഷത്തെ പഴക്കമില്ലെന്ന് കാണിച്ച് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി നിരസിച്ചിരുന്നു. പിന്നീട് കേരളം കാലപ്പഴക്കം തെളിയിക്കുകയായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലെയിൽ ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹേന്തി ഒക്ടോബർ 4 ഉദ്ഘാടനം ചെയ്തു. 4300 മീറ്റർ ഉയരത്തിലാണ് ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെയും മറ്റ് വ്യവസായ പങ്കാളികളുടെയും പിന്തുണയോടെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററാണ് ദൂരദർശിനി നിർമ്മിച്ചത്. ഉയർന്ന ഊർജമുള്ള ഗാമ കിരണങ്ങളെപ്പറ്റി പഠിക്കുകയാണ് പ്രധാന ലക്ഷ്യം. റഷ്യൻ ശാസ്ത്രജ്ഞൻ ചെറെൻകോവിന്റെ സ്മരണയ്ക്കാണ് നിരീക്ഷണ കേന്ദ്രം സമർപ്പിച്ചിട്ടുള്ളത്. തുടർച്ചയായി 10ാം തവണയും മാറ്റമില്ലാതെ RBI റിപ്പോ നിരക്ക് 6.50% റിപ്പോ നിരക്ക്. 48ാമത് വയലാർ അവാർഡ് അശോകൻ ചരുവിലിന്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ടെന്നീസിലെ സ്പാനിഷ് താരം റാഫേൽ നഡാലും ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കറും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2016 ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടന്ന ഒളിമ്പിക്സിൽ 4ാം സ്ഥാനത്തോടെ മെഡൽ നേട്ടത്തിന് തൊട്ടരികെ എത്തിയ ദീപ കർമാക്കർ ജിംനാസ്റ്റിക്കിൽ പ്രകടനവുമായെത്തിയ ആദ്യ ഇന്ത്യക്കാരിയായിരുന്നു. 0.15 പോയിന്റ് വ്യത്യാസത്തിലാണ് അന്ന് വെങ്കലം നഷ്ടമായത്. എങ്കിലും വോൾട്ട് ഓഫ് ഡെത്ത് എന്ന അപകടകരമായ പ്രൊഡുനോവോൾട്ട് പുറത്തെടുത്ത് ദീപ ശ്രദ്ധ നേടി. പക്ഷേ 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപയ്ക്ക് യോഗ്യത നേടാനായില്ല. 2014 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കലവും ഈ വർഷം തഷ്കെൻഡിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും നേടിയിരുന്നു. ത്രിപുരയിലെ അഗർത്തല സ്വദേശിയാണ് ഈ 31കാരി. റാഫേൽ നഡാൽ ഡേവിസ് കപ്പ് ഫൈനലിലോടെ കളി നിർത്തും. 22 ഗ്രാൻഡ് സ്ലാമുകൾ, 14 ഫ്രഞ്ച് ഓപ്പൺ, 92 ATP എന്നീ കിരീടങ്ങൾ 38കാരനായ നഡാൽ നേടി. 1986 സ്പെയിനിലെ മയോർക്കയിൽ ജനിച്ച നഡാൽ 2001 പ്രൊഫഷണൽ ടെന്നീസിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 2005 19ാം വയസ്സിൽ റോജർ ഫെഡററെ തോൽപ്പിച്ച് ഫ്രഞ്ച് ഓപ്പൺ സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു കരിയറിലെ വിജയത്തുടക്കം. 2 ദിവസത്തിനപ്പുറം ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടവും ചൂടി. പിന്നീട് അങ്ങോട്ടുള്ള കുതിപ്പിനിടെ 2 ഒളിമ്പിക് സ്വർണങ്ങളും സ്വന്തമാക്കി. ഇന്ത്യൻ വ്യവസായി രത്തൻ ടാറ്റ അന്തരിച്ചു. ടാറ്റ സൺസ് മുൻ ചെയർമാനായിരുന്ന അദ്ദേഹം എമിറേറ്റ്സ് ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 1991 മുതൽ
തുടർച്ചയായി 21 വർഷം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു. JRD ടാറ്റയുടെ ദത്തുപുത്രൻ നവൽ ടാറ്റയുടെയും സുനു ടാറ്റയുടെയും മകനായി 1937 ഡിസംബർ 28-നാണ് രത്തൻ ടാറ്റ ജനിച്ചത്. ഇന്ത്യക്കാർക്കായി ടാറ്റ ഇൻഡിഗ ഇറക്കി. കുറഞ്ഞ വിലയിൽ സ്വച്ഛ് വാട്ടർ പ്യൂരിഫയർ വിപണിയിലെത്തിച്ചു. രത്തൻ ടാറ്റയുടെ കാലത്താണ് ദക്ഷിണ കൊറിയയിലെ ദ്വയു മോട്ടോഴ്സ്, ബ്രിട്ടീഷ് ബ്രാൻഡായിരുന്ന ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ, ബ്രിട്ടനിലെ കോറസ് ഉരുക്കു കമ്പനി തുടങ്ങി നിരവധി കമ്പനികൾ ടാറ്റയിൽ ലയിച്ചത്. ബ്രിട്ടനിലെ ടെറ്റ്ലി ടീയെ 2000-ൽ ഏറ്റെടുത്ത ടാറ്റ ഗ്ലോബൽ ബെവറേജസ് എന്ന ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേയില കമ്പനിയാക്കി. 2008-ൽ പത്മവിഭൂഷണും 2000-ൽ പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. നടൻ TP മാധവൻ അന്തരിച്ചു. 600ഓളം സിനിമകളിലും 30-ലധികം TV സീരിയലുകളിലും അഭിനയിച്ച അദ്ദേഹം താരസംഘടനാ അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ബിരുദാനന്തര ബിരുദത്തിനു ശേഷം സൈനികനായും പത്രപ്രവർത്തകനായും പ്രവർത്തിച്ച ശേഷം 40-ാം വയസ്സിലാണ് സിനിമയിലെത്തുന്നത്. ബാലചന്ദ്ര മേനോന്റെ കലികയാണ് ശ്രദ്ധിക്കപ്പെട്ട ആദ്യ സിനിമ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ 48 സീറ്റ് നേടിയ BJP അധികാരം നിലനിർത്തി. കോൺഗ്രസിന് 37 സീറ്റാണ് ലഭിച്ചത്. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ മികച്ച പ്രകടനത്തോടെ 90-ൽ 49 സീറ്റും നേടി ഇന്ത്യ സഖ്യം ഭരണമുറപ്പിച്ചു. 42 സീറ്റാണ് നാഷണൽ കോൺഫറൻസ് നേടിയത്. കോൺഗ്രസ് 6 സീറ്റും CPM 1 സീറ്റും നേടി. BJP 29 സീറ്റ് നേടി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലെ വിജയി. ഉത്തരം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചൽ ചുണ്ടൻ. ഇന്ത്യ ഏത് രോഗത്തിൽ നിന്നും മുക്തി നേടിയതായാണ് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? ഉത്തരം ട്രക്കോമ. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര സംഘടന? ഉത്തരം യൂണിസെഫ്. മുല്ലപ്പൂ വിപ്ലവത്തിന്റെ നാടെന്ന് അറിയപ്പെടുന്ന തുനീസിയയിൽ ഏകപക്ഷീയമായി വിജയിച്ച പ്രസിഡന്റ്? ഉത്തരം കൈസ് സെയ്ദ്. രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ തുടങ്ങി ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള പോർട്ടൽ? ഉത്തരം ഐലിംസ്. ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്? ഉത്തരം ഇന്ത്യ. ദേശീയ സുരക്ഷാ ഭീഷണിയെന്ന് ചൂണ്ടിക്കാണിച്ച പാകിസ്ഥാൻ സർക്കാർ നിരോധിച്ച അവകാശ സംഘടന? ഉത്തരം പഷ്തൂൺ തുഹാഫൂസ് മൂവ്മെന്റ്. ഏത് രാജ്യമാണ് ഇന്ത്യയുടെ റുപേ കാർഡ് പുറത്തിറക്കിയത്? ഉത്തരം മാലദ്വീപ്. ട്രാൻസ്ജെൻഡർമാരുടെ കലാപ്രകടനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം അനന്യം. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി? ഉത്തരം ആശാ ശോഭന. അൺലീഷ്ഡ് എന്ന നോവലിന്റെ രചയിതാവ്? ഉത്തരം ബോറിസ് ജോൺസൺ. 1921 ശേഷം ആദ്യമായി അമേരിക്കയിലെ ടബാ ബേയിലേക്ക് നേരിട്ട് വീശിയടിച്ച ചുഴലിക്കാറ്റ്? ഉത്തരം മിൽട്ടൺ. സ്ത്രീകളുടെ തൊഴിലിടത്തെ ഏത് പ്രശ്നവും തൊഴിൽ വകുപ്പിനെ അറിയിക്കുന്നതിനുള്ള കോൾ സെന്റർ സംവിധാനം ഏത്? ഉത്തരം സഹജ. ഇതോടെ 2024 ഒക്ടോബർ 26 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.